ഈശോ മിശിഹായിൽ ഏറ്റവും ആദരണീയനായ വികാരിച്ച പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാളും സീറോ മലബാർ സഭാദിനവും സംയുക്തമായിട്ട് നമ്മൾ ഇന്ന് ആചരിക്കുകയാണ്. ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ പ്രതി തന്റെ സ്നേഹശാഠ്യത്തിന് മുമ്പിൽ വഴങ്ങുന്നവനായ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മൈലാപ്പൂരിൽ കുന്തത്താൽ കുത്തപ്പെട്ട് മരിച്ച തോമാസ് ശ്ലീഹായുടെ ഓർമ്മയാണ് ദുഃഖറാന തിരുനാളില് നമ്മൾ ആചരിക്കുന്നത്. ദുഃഖറാന എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഓർമ്മ എന്നത് തന്നെയാണല്ലോ. മാർത്തോമാ ക്രിസ്ത്യാനികൾ എന്നുള്ള നിലയിൽ ഓരോ ദിവസവും അഭിമാനിക്കുന്ന നമുക്ക് നമ്മുടെ പിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തെ കുറിച്ച് ഓർക്കാനും പ്രാർത്ഥിക്കാനും വിചിന്തനം നടത്താനുമുള്ള ഒരു അവസരമായിട്ട് ഈ ദിവസത്തെ കാണാനായിട്ട് നമുക്ക് കഴിയണം. മാർത്തോമാ ശ്ലീഹാ ഈശോയെ അറിഞ്ഞ് അനുഭവിച്ച് ആ യേശുവിനെ ലോകത്തിന് മുഴുവൻ കൊടുത്തുവെങ്കിൽ മാർത്തോമാ ശ്ലീഹായുടെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ആ വിശ്വാസ പൈതൃകം കെടാതെ കുറയാതെ സൂക്ഷിക്കാനും വരും തലമുറയ്ക്ക് കൈമാറാനുമുള്ള വലിയൊരു കടപ്പാടുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് തിരുസഭാ മാതാവ് ദുഃഖറാന തിരുനാളിൽ നമ്മൾ ഓരോരുത്തർക്കും നൽകുക. നമുക്ക് വിശ്വാസക്കുറവിന്റെ ആടയാഭരണങ്ങൾ എന്തെങ്കിലും ജീവിതത്തിലുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചുവെച്ച് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസവും ചൈതന്യവും സ്വന്തമാക്കുവാൻ സാധിക്കണമേ എന്ന് ഈ വിശുദ്ധന്റെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും ഒരിക്കൽ കൂടെ വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഒരു വിചിന്തനം നടത്തി ഒരു പുതുജീവനോടെ പുത്തനുണർവോടുകൂടെ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 1925-29 കാലഘട്ടത്തിൽ മെക്സിക്കോയിൽ പ്രസിഡന്റ് ആയിരുന്ന കാലസ് മതസ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും നിഷേധിക്കുകയാണ്. ആയിരക്കണക്കിന് പള്ളികള്, ആയിരക്കണക്കിന് വൈദികര്, ലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികളൊക്കെ വധിക്കപ്പെട്ടുകൊണ്ടിരുന്ന കാലത്ത് ജോസ് സാഞ്ചസ് എന്ന് പറയുന്ന ഒരു അൾത്താര ബാലന്റെ മുമ്പിൽ വെച്ച് അവിടുത്തെ വികാരിയച്ഛനെ പട്ടാളക്കാരെ വെടിവെച്ചു കൊല്ലുകയാണ്. ഏറെ താമസിയാതെ ഈ കൊച്ചു ബാലനും അറസ്റ്റ് ചെയ്യപ്പെട്ടു. അവനോട് പറഞ്ഞു, നിന്നൊരു വിശ്വാസം തള്ളി പറഞ്ഞാല് നിന്നെ മോചിപ്പിക്കാം, പക്ഷേ ക്രിസ്തുരാജ്യം ജയിക്കട്ടെ എന്ന് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് അവൻ വിശ്വാസം ത്യജിക്കാൻ തയ്യാറാവാതെ വെടിയേറ്റ് വീണുവെന്ന് ചരിത്രം പറയുകയാണ്. ഞാൻ ഇന്ന് ഈ സംഭവത്തോട് പറയാൻ കാരണം, ഏതാനും നാളുകൾക്ക് മുൻപ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ വികാരിയച്ഛനെയും ജോസ് സാന്തോസിനെയും രക്തസാക്ഷികളായിട്ട് വിശുദ്ധരായിട്ട് സഭയില് പ്രഖ്യാപിച്ചു. തീർച്ചയായിട്ടും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറാന തിരുനാള് ആചരിക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടില് വിശ്വാസത്തിന് വേണ്ടി ജീവിച്ചു മരിച്ച ഇവരെ പോലെയുള്ളവരുടെ ജീവിതങ്ങള് പ്രചോദനമായിട്ട് മാറണം, സൂക്ഷിക്കണം. ഒരുപക്ഷെ ഈ കാലഘട്ടത്തില് വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ചിലപ്പോഴെങ്കിലും ഈ വിശ്വാസത്തിന് വേണ്ടി നിലപാടെടുക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അതിനുള്ള ഒരു പ്രചോദനമായിട്ട് ഈ ദുഃഖറാന തിരുനാൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മാറേണ്ടതാണ്. മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തെ കുറിച്ചുള്ള തിരുവചനത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. എനിക്ക് 3 കാര്യങ്ങളാണ് ഈ തിരുവചനം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ സ്പർശിച്ചതായിട്ട് തോന്നിയത്. ഒന്ന്, തോമാസ് ശ്ലീഹാ ആരംഭത്തിൽ പറയുകയാണ്, അവന്റെ കൈകളിൽ മുറിവ് കാണണം, അതിലെന്റെ വിരലിടണം, അവന്റെ പാർശ്വത്തിൽ കൈവച്ചാൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ എന്ന് ശാഠ്യം പിടിക്കുന്ന തോമാസ് ശ്ലീഹായെ തിരുവചനത്തില് യോഹന്നാൻ ശ്ലീഹാ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ആ തരത്തില് ഈശോയെ കാണാൻ വേണ്ടി ദാഹിച്ചിരുന്ന തോമാസ് ശ്ലീഹായെ ശരിക്കും കർത്താവ് കൈകാര്യം ചെയ്യുന്ന ഭാഗമാണ് ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കണ്ടുമുട്ടുക.
തോമാസ് ശ്ലീഹായും കൂടെ ഹാജരുള്ള സമയം നോക്കിയ ഈശോ പിന്നീട് പ്രത്യക്ഷപ്പെടുക. പതിവുള്ള സമാധാനാശംസയ്ക്ക് ശേഷം ഈശോ പറയുക, തോമസ് ഇവിടെ വരിക, എന്റെ കൈ കാണുക, നിന്റെ കൈ കൊണ്ടുവന്ന് എന്റെ വിലാവിൽ വയ്ക്കുക. തോമാസ് ശ്ലീഹായുടെ ശാഠ്യത്തിലെ അതേ വാക്കുകൾ തന്നെ ആവർത്തിക്കുന്ന കർത്താവിനെ നമ്മളിവിടെ കാണുക. എല്ലാം അറിയുന്നവനായി എല്ലാത്തിനും വഴങ്ങുന്നവനായി നിൽക്കുന്ന ഗുരുവിന്റെ മുമ്പില് ശിഷ്യൻ അടിയറവ് പറയുകയാ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന്. അതിലും ഉറപ്പായിട്ട് ഒരു വിശ്വാസ പ്രഖ്യാപനം ലോകത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല. കാരണം ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും രണ്ട് വാക്കുകൾ കൊണ്ട് ലോകത്തിനു മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ. എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ ദൈവവും മനുഷ്യനുമായി ഈ ലോകത്തിലേക്ക് കടന്നു വന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നുവെന്ന് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹ പറയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ഓരോരുത്തർക്കും ഈ തിരുനാൾ ദിനത്തിൽ നമ്മുടെ പിതാവ് നൽകുന്ന വലിയ സന്ദേശവും ഓർമ്മപ്പെടുത്തലും ജീവിതത്തിന് മുറുകെ പിടിക്കാൻ പറയുന്ന മൂല്യവും അതുതന്നെയാണ്. ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവവും മനുഷ്യനുമായിട്ടാണെന്നും എന്റെ കർത്താവും എന്റെ ദൈവവുമായിട്ട് ഓരോ നിമിഷവും ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റുപറയേണ്ട യാഥാർത്ഥ്യമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തല ഒന്നാമതായിട്ട് മാർത്തോമാ ശ്ലീഹ ഈ ദുഃഖാന തിരുനാൾ ദിവസം നമുക്ക് ഓരോരുത്തർക്കും നൽകാം. രണ്ടാമത്, തോമാസ് ശ്ലീഹ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കുന്നത് തന്റെ വിശ്വാസമില്ലായ്മയാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് തോമാസ് ശ്ലീഹ പറയുക. മറ്റു ശിഷ്യന്മാര് പറയുക, മരിച്ച യേശു ഉയർത്തു, ഉത്ഥിതനായ ഈശോ ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ പറയുക, ഞാൻ വിശ്വസിക്കില്ല. തന്റെ അവിശ്വാസം മറച്ചു വയ്ക്കാതെ അത് ഉറക്കെ പറയുന്ന തോമാസ് ശ്ലീഹ, അത് തോമാസ് ശ്ലീഹായുടെ പണ്ടേയുള്ള സ്വഭാവമാണ്. അറിയാത്തത് അറിയാമെന്നും കഴിയാത്തത് കഴിയുമെന്നും പറയുന്ന ഈ കാലഘട്ടത്തിന്റെ മുമ്പില് വെല്ലുവിളിയായിട്ട് തോമാസ് ശ്ലീഹ നിൽക്കുകയാണ്. ഈശോ പറയുന്നുണ്ട്, ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാമെന്ന് പറയുമ്പോൾ തോമാസ് ശ്ലീഹ ഈശോയോട് പറയുക, നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? അകത്തും പുറത്തും ഒരുപോലെ ഹൃദയ പരമാർത്ഥത മുറ്റി നിൽക്കുന്ന തോമാസ് ശ്ലീഹായെ നമ്മളിവിടെ കാണുക. ഹൃദയ പരമാർത്ഥിക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താ? ദൈവത്തെ കാണാൻ, ദൈവത്തെ അറിയാനുള്ള അനുഭവം ദൈവം കൊടുക്കുക. അതുകൊണ്ടാ ഈ ഹൃദയ പരമാർത്ഥിയായ തോമാസ് ശ്ലീഹായെ കാണാൻ രണ്ടാമത് 8 ദിവസങ്ങൾക്ക് ശേഷം ഈശോ വീണ്ടും പ്രത്യക്ഷനാവുന്നത് തോമാസ് ശ്ലീഹായെ ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ മറ്റൊരപ്പസ്തോലന് ലഭിക്കാത്ത വലിയ ഭാഗ്യമല്ലേ അത്? ഈശോ ഏറെ സ്നേഹിച്ചിരുന്ന, ഈശോയുടെ മാറിൽ ചാരിക്കിടന്നിരുന്ന യോഹന്നാന് പോലും ലഭിക്കാത്ത വലിയ ഭാഗ്യമാണ് ഹൃദയ പരമാർത്ഥിക്ക് ദൈവം നൽകുന്ന വലിയ സമ്മാനം. സത്യസന്ധമായിട്ട് ജീവിക്കാനും അകത്തും പുറത്തും ഒരുപോലെ ജീവിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തുക. തോമാസ് ശ്ലീഹ പറയുക, തോമാസ് ശ്ലീഹ ഒന്നും മറച്ചു വെച്ചവനല്ല, കാപട്യമില്ലാത്തവനായിരുന്നു. അതുകൊണ്ടാ വിശ്വാസമില്ലാത്ത സമയത്ത് വിശ്വാസമില്ല എന്ന് ഉറക്കെ പറയാൻ തോമാസ് ശ്ലീഹ മടിക്കാതിരുന്നത്. പക്ഷേ അവിടെ തോമാസ് ശ്ലീഹ നിർത്തിയില്ല, മറിച്ച് വിശ്വാസത്തിലേക്കുള്ള വളർച്ച ക്രമാനുഗതമായി തോമാസ് ശ്ലീഹ തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ച് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് പറയുന്നിടം വരെ തോമാസ് ശ്ലീഹ എത്തി എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇന്ന് പലപ്പോഴും മനുഷ്യർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ആദ്യഘട്ടത്തിൽ നിൽക്കുക, എനിക്ക് വിശ്വാസമില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്നതിനപ്പുറത്ത് എന്റെ വിശ്വാസത്തിലേക്കും എന്റെ അറിവിലേക്കും എന്റെ ദൈവാനുഭവത്തിലേക്കും കടന്നു വരാനുള്ള എന്റെ ഒരു വലിയ ഉത്തരവാദിത്വത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല് തോമാസ് ശ്ലീഹ നമുക്ക് മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മൂന്നാമത്, തോമാസ് ശ്ലീഹ നമുക്ക് മുമ്പിലായിരിക്കുക അത്ഭുതം കാണാൻ ഓടുന്നവന്റെ മുമ്പിൽ വെല്ലുവിളിയായിട്ട് തോമാസ് ശ്ലീഹ നിൽക്കുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താ? അത്ഭുതം തേടി ഓടുക ആളുകള്. ധ്യാന കേന്ദ്രങ്ങളിലും വലിയ ധ്യാന ഗുരുക്കന്മാരുടെ അടുത്തുമൊക്കെ അത്ഭുതം തേടി നടക്കുമ്പോൾ അത്ഭുതം തേടി നടക്കുന്നവന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുന്ന നമ്മുടെ പിതാവിന്റെ ഓർമ്മയാണ് നമ്മൾ ഇന്ന് ആചരിക്കുക. തോമാസ് ശ്ലീഹ അത്ഭുതം കാണാനല്ല ആഗ്രഹിച്ചത്, മറിച്ച് മുറിവുള്ള കൈ കാണാൻ,
ആ മുറിവില് വിരലിടാൻ, ആ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി മുറിവേറ്റ നെഞ്ചില് കൈവയ്ക്കാൻ ആഗ്രഹിച്ച തോമാസ് ശ്ലീഹായെ നമ്മൾ കാണുക. ഈശോ പ്രവർത്തിച്ച ഒരു അത്ഭുതത്തെ കുറിച്ചും തോമാസ് ശ്ലീഹ പറയുന്നില്ല, മറിച്ച് മുറിവേറ്റവനെ കാണാൻ കൊതിച്ചവന്റെ മുമ്പിൽ മുറിവുകളോടെ പ്രത്യക്ഷപ്പെട്ട കർത്താവല്ലേ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അത്ഭുതം. മുറിവേറ്റവനെ ആഗ്രഹിച്ചവന്റെ മുമ്പിൽ മുറിവുമായി പ്രത്യക്ഷപ്പെട്ട കർത്താവല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് തോമാസ് ശ്ലീഹായ്ക്ക് മാറുക. പ്രിയമുള്ളവരെ, അത്ഭുതം കാണാൻ ആഗ്രഹിച്ചവരൊന്നും അത്ഭുതം കണ്ടിട്ടില്ല. ഹെറോദസ് രാജാവ് ഈശോയുടെ അത്ഭുതം കാണാൻ കൊതിച്ചവനാ. ഒരുപക്ഷെ ഈശോയെ ഒരു അത്ഭുതം പ്രവർത്തിച്ചിരുന്നെങ്കിൽ വെറുതെ വിട്ടാണ്. പക്ഷേ ഈശോ അവിടെ ഒരു അത്ഭുതവും പ്രവർത്തിക്കുന്നില്ല. കുരിശിൽ കിടന്നപ്പോൾ ഇടതുവശത്തെ കള്ളൻ ഈശോയെ പരിഹസിച്ച് പറയുക, നീ ഒരു അത്ഭുതം ചെയ്ത് നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. പക്ഷേ ഈശോ അത്ഭുതം പ്രവർത്തിച്ചില്ല. പക്ഷേ മുറിവേറ്റ കർത്താവിനെ കാണാൻ കൊതിച്ച തോമാസ് ശ്ലീഹായുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷനാവുകയാണ്. പ്രിയമുള്ളവരെ, തോമാസ് ശ്ലീഹ നമുക്ക് നൽകുന്ന മൂന്നാമത്തെ വെല്ലുവിളി അതാ. അത്ഭുതത്തിന് വേണ്ടി കാത്തിരിക്കാതെ മുറിവേറ്റ കർത്താവിനെ കാണാൻ, ആ കർത്താവിന്റെ മുറിവിനോട് ചേർന്ന് ജീവിക്കാൻ തീരുമാനമെടുക്കാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് തോമാസ് ശ്ലീഹ മൂന്നാമത്. ഈ ദുഃഖറാണ് തിരുനാൾ ആചരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പിൽ തോമാസ് ശ്ലീഹ ഉയർത്തുന്ന 3 വലിയ വെല്ലുവിളികളാണ് ഇത്. എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് പറഞ്ഞ് ഈശോയുടെ ദൈവത്വവും മനുഷ്യത്വവും ഏറ്റുപറയാൻ അതിനു മുമ്പ് സത്യസന്ധമായിട്ട് ഉള്ളതും അറിയുന്ന ദൈവത്തിന്റെ മുമ്പിൽ ജീവിക്കാനുള്ള ഓർമ്മപ്പെടുത്തലും തോമാസ് ശ്ലീഹ തരികയാണ്. ഒപ്പം അത്ഭുതം തേടി നടക്കാനല്ല, മറിച്ച് മുറിവേറ്റ കർത്താവിനെ തേടി നടക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണമെന്ന് തോമാസ് ശ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, മാർത്തോമാ ശ്ലീഹായുടെ മക്കളെന്ന് അഭിമാനിക്കുമ്പോൾ ഈ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പൈതൃകം അഭംഗുരം സൂക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ജീവിതത്തിലെ കഷ്ടപ്പാടുകളില്, ജീവിതത്തിലെ സങ്കടങ്ങളില് വിശ്വാസം കൈവിടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒപ്പം ജീവിതത്തിൽ സൗഭാഗ്യങ്ങളും നന്മകളും ഉണ്ടാകുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തോട് കൂടെയായിരിക്കാനും നമുക്ക് സാധിക്കണം. അപ്പോഴാ യഥാർത്ഥത്തില് തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ഉടമകളായിട്ട് നമ്മൾ മാറുക. സന്തോഷത്തിലും ദുഃഖത്തിലും ദൈവത്തിന്റെ കൂടെ നിൽക്കുന്നവരാകുമ്പോൾ എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് മാർത്തോമാസ് ശ്ലീഹായുടെ ഒപ്പം പറയാനായിട്ട് നമുക്ക് സാധിക്കും. മക്കബായക്കാരുടെ പുസ്തകത്തില് എലയാസർ എന്ന് പറയുന്ന വൃദ്ധനായ മനുഷ്യൻ വധിക്കപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് ഹൃദയസ്പർശിയായി അദ്ദേഹം പറയുന്ന ഒരു വാക്യമുണ്ട്. ഒരുപക്ഷെ നിയമങ്ങൾ തെറ്റിച്ചാല്, ദൈവത്തെ തള്ളിപ്പറഞ്ഞാല്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്താല് എലയാസർ രക്ഷപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അതിനുള്ള വാഗ്ദാനം ലഭിച്ചിട്ടും അദ്ദേഹം പറയുകയാണ്, എന്റെ വാർദ്ധക്യത്തിൽ അപമാനിതമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പ്രായാധിക്യത്തില് എന്റെ ജീവിതത്തെ പങ്കിലവും പാപപങ്കിലവുമാക്കാൻ ആഗ്രഹിക്കാതെ എന്റെ ജീവൻ നൽകാൻ ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞ് എലയാസർ മരണം വരിച്ചുവെന്ന് മക്കബായരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ പ്രിയമുള്ളവരെ, ഈ തിരുവചനങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വയ്ക്കുന്ന വെല്ലുവിളി അതാ. വിശ്വാസത്തിനു വേണ്ടി ജീവിക്കാൻ, വിശ്വാസത്തിനു വേണ്ടി നിലപാടെടുക്കാൻ, വിശ്വാസത്തിനു വേണ്ടി ജീവിതത്തിൽ മാറ്റം വരുത്താനുള്ള ഓർമ്മപ്പെടുത്തലുമായി ഈ ദുഃഖാന തിരുനാൾ ഒരിക്കൽ കൂടെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, തോമാസ് ശ്ലീഹ നമ്മളെ സഹായിക്കട്ടെ ജീവിതത്തിൽ മാറ്റം വരാൻ, വിശ്വാസ ജീവിതത്തെ ആളിക്കത്തിക്കാൻ, നമ്മുടെ മക്കൾക്ക് ഒരു കുറവുമില്ലാതെ ഈ വിശ്വാസ പൈതൃകം കൈമാറ്റം ചെയ്യാൻ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ ദുഃഖാന തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.